أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والوالدات يرضعن أولادهن حولين كاملين لمن أراد أن يتم الرضاعة وعلى المولود له رزقهن وكسوتهن بالمعروف لا تكلف نفس إلا وسعها لا تضار والدة بولدها ولا مولود له بولده وعلى الوارث مثل ذلك فإن أرادا فصالا عن تراض منهما وتشاور فلا جناح عليهما وإن أردتم أن تسترضعوا أولادكم فلا جناح عليكم إذا سلمتم ما آتيتم بالمعروف واتقوا الله واعلموا أن الله بما تعملون بصير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഇപ്പോൾ ഓതി കേട്ടത് സൂറത്തുൽ ബഖറയിലെ 234 വചനമാണ്. ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: മാതാക്കൾ അവരുടെ ശിശുക്കൾക്ക് പൂർണ്ണമായും 2 വർഷം മുല കൊടുക്കേണ്ടതാണ്. നിശ്ചിത കാലം വരെ മുലയൂട്ടൽ പൂർത്തിയാക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്കത്രേ ഈ വിധി. കുട്ടി ജനിച്ചത് ആർക്കാണോ അവൻ ആ മാതാക്കൾക്ക് മര്യാദപ്രകാരം ആഹാരവും വസ്ത്രവും നൽകുവാൻ ബാധ്യസ്ഥനാണ്. ഒരാളും അയാൾക്ക് കഴിവുള്ളതിനല്ലാതെ നിർബന്ധിക്കപ്പെടുന്നില്ല. മാതാവിനെ അവളുടെ കുട്ടി മൂലം വിഷമിപ്പിക്കരുത്. അത് ജനിച്ചത് ആർക്കാണോ അവനെയും ആ കുട്ടി മൂലം വിഷമിപ്പിക്കരുത്. പിതാവ് മരിച്ചുപോയെങ്കിൽ അയാളുടെ അവകാശിക്കും ഇതുപോലുള്ള ബാധ്യതയുണ്ട്. ഇനി ഇരുവരും അഥവാ മാതാപിതാക്കൾ പരസ്പരം കൂടിയാലോചിച്ചും തൃപ്തിപ്പെട്ടും കുട്ടിയുടെ മുലകുടി മാറ്റുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർക്ക് കുറ്റമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ ശിശുക്കൾക്ക് മറ്റു സ്ത്രീകളെ കൊണ്ട് മുല കൊടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനും നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. നിങ്ങൾ പ്രതിഫലമായി വെച്ചത് കൊടുത്തു വീട്ടിയെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്തും അള്ളാഹു ശരിക്കും കാണുന്നുണ്ടെന്നറിയുക. ഈ ആയത്തിൻ്റെ തഫ്സീറാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. അതിൽ നമ്മൾ പറഞ്ഞു വെക്കുകയുണ്ടായി, അതായത് മുല കൊടുക്കുന്ന ഒരു സ്ത്രീയെ തലാക്ക് ചൊല്ലുകയാണെങ്കിൽ പിന്നെ ഇരുവരിലും അഥവാ ആ മാതാപിതാക്കളിൽ നിക്ഷിപ്തമാകുന്ന കടമകളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. തുടർന്ന് സയ്യിദ്ന ഹസ്രത്ത് മുസ്ലിഹ് മൗദ് റളിയല്ലാഹു തആല അൻഹു അരുൾ ചെയ്യുന്നു: വഇൻ അറത്തും അൻ തസ്തർലിഉ ഔലാദകും ഫലാ ജുനാഹ അലൈക്കും ഇദാ സല്ലംതും മാ ആതൈതും ബിൽ മഅറൂഫ് എന്ന വാക്യത്തിൽ പറയുന്നത്, കുട്ടികൾക്ക് മറ്റുള്ളവരെ കൊണ്ട് മുലയൂട്ടുന്നത് പിതൃത്വത്തിൻ്റെ അവകാശങ്ങൾക്കോ മാതൃത്വത്തിൻ്റെ അവകാശങ്ങൾക്കോ വിരുദ്ധമല്ല. പ്രതിഫലം നൽകാതെയും അക്രമപൂർവവും ആരോടെങ്കിലും ഈ ജോലി ചെയ്യിപ്പിക്കുമ്പോഴാണ് ഇതിനെ ഒരു തെറ്റായി കണക്കാക്കേണ്ടി വരുന്നത്. കാരണം ഈ സാഹചര്യത്തിൽ നിങ്ങൾ 2 തെറ്റാണ് ചെയ്യുന്നത്. ഒന്ന്, മറ്റൊരാളുടെ സമ്പത്ത് കൈക്കലാക്കുന്നു അഥവാ അവരുടെ അധ്വാനം കൈക്കലാക്കുന്നു. 2, കുട്ടിയുടെ അവകാശങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നില്ല. ലാ ജുനാഹ എന്ന പദം സൂചിപ്പിക്കുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ അവകാശങ്ങൾ അവരുടെ കടമയാണ്, അവരുടെ ബാധ്യതയാണ്. ആ അവകാശത്തിൽ കുറവ് വരുത്തുന്നത് പാപത്തിന് നിദാനമായി തീരുന്നു എന്നുള്ളതാണ്. ഇദാ സല്ലംതും മാ ആതൈതും ബിൽ മഅറൂഫ് എന്നതുമായി ബന്ധപ്പെട്ട് ചോദ്യമുദിക്കാറുള്ളത്, ബാഹ്യമായി നോക്കുമ്പോൾ ഈ വാചകം
അർത്ഥശൂന്യമായി തോന്നാം. കാരണം ഇതിൻ്റെ വാക്കർത്ഥം വരുന്നത് നിങ്ങൾ നൽകിയത് നൽകുമ്പോൾ എന്നാണ്. അതായത് ഒരു തവണ നൽകിക്കഴിഞ്ഞ പ്രതിഫലം വീണ്ടും നൽകുക എന്ന ചോദ്യം തന്നെ ഉദിക്കുന്നില്ല. ഈ പ്രതിസന്ധി കണ്ടുകൊണ്ട് ചില ആളുകൾ പറയുന്നത് മുലയൂട്ടുന്ന സ്ത്രീയുടെ പാരിതോഷികം മുൻകൂട്ടി നൽകേണ്ടത് നിർബന്ധമാണ് എന്ന് ഇതിലൂടെ തെളിയുന്നു എന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം, അഥവാ മുസ്ലിം മോദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം മുലയൂട്ടുന്ന സ്ത്രീക്ക് മുൻകൂട്ടി വേതനം നൽകണമെന്ന് ഇവിടെ തെളിയുന്നില്ല എന്നതാണ്. കാരണം സല്ലമ എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കുക എന്നു മാത്രമല്ല, നേരെ മറിച്ച് സംതൃപ്തിയാവുക എന്നും ഉണ്ട്. ഉദാഹരണത്തിന് അറബി ഭാഷയിൽ സല്ലമ ബിഹി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൻ അതിനോട് തൃപ്തിപ്പെട്ടു, യോജിച്ചു എന്നൊക്കെയാണ്. വിശുദ്ധ ഖുർആനിലും ഈ അർത്ഥത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇദാ സല്ലംതും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ കുട്ടികൾക്ക് മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് അനുയോജ്യമായ അവകാശങ്ങൾ നൽകാൻ സമ്മതിക്കുകയും ഇത്ര രൂപ തീർച്ചയായും താൻ നൽകും എന്നുള്ള പരിശുദ്ധമായ നീയത്തുണ്ടെങ്കിൽ പിന്നെ മറ്റു സ്ത്രീകളെ കൊണ്ട് മുലയൂട്ടുന്നതിൽ യാതൊരു തെറ്റും തന്നെയില്ല. ചുരുക്കി പറഞ്ഞാൽ പരസ്പര സമ്മതത്തിന് ശേഷം, അഥവാ മാതാപിതാക്കളുടെ പരസ്പര സമ്മതത്തിന് ശേഷം മറ്റൊരു സ്ത്രീയെ കൊണ്ട് മുല കൊടുക്കുന്നതിൽ യാതൊരു പാപവുമില്ല. ഈ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാരിതോഷികം മുൻകൂട്ടി നൽകണമെന്നത് നിർബന്ധമില്ല. എന്നാൽ എന്താണ് പാരിതോഷികം നൽകുന്നത് എന്നതിനെ സംബന്ധിച്ച് മുൻകൂട്ടി നിശ്ചയിക്കുക എന്നുള്ളത് അത് അനുപേക്ഷണീയമാണ്, അത് നിർബന്ധമാണ്. ഇനി സല്ലംതും എന്നതിന് ഏൽപ്പിക്കുക എന്ന അർത്ഥമാണെങ്കിലും നിങ്ങൾ ആദ്യം പാരിതോഷികം നൽകുക, അതിനുശേഷമാണ് മുലയൂട്ടുന്നത് അനുവദനീയമായി തീരുകയുള്ളൂ എന്ന് അർത്ഥം വരുന്നില്ല. നേരെ മറിച്ച് ഇവിടെ ഒരു പൊതു തത്വമാണ് വിവരിക്കുന്നത്. അതായത് നിങ്ങൾ അവർക്ക് ആ പ്രതിഫലം, ആ പാരിതോഷികം നൽകുന്നില്ലെങ്കിൽ അത് പാപമാകുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ സല്ലംതും എന്ന പദത്തിൻ്റെ അർത്ഥം പരിഹരിച്ചു കഴിഞ്ഞാലും ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതായത് ഇവിടെ ആത്യയിത്തും എന്ന പദവും പ്രയുക്തമായിട്ടുണ്ട്. അതിൻ്റെ പദാർത്ഥം വരുന്നത് നിങ്ങൾ നൽകിക്കഴിഞ്ഞു, നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു എന്നാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാക്യത്തിന് അർത്ഥം വരുന്നത് നിങ്ങൾ നൽകിക്കഴിഞ്ഞ പ്രതിഫലത്തിന്മേൽ നിങ്ങൾ തൃപ്തരാവുമ്പോൾ എന്നാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇതൊരു അർത്ഥശൂന്യമായ വാചകമായി മാറുന്നു. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്നുള്ളത് അറബി ഭാഷയിൽ ഭൂതകാലക്രിയകൾ ചിലപ്പോഴൊക്കെ അന്തിമവും ദൃഢവുമായ തീരുമാനത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട്. അതായത് ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമായിരിക്കും: നിങ്ങളുടെ കുട്ടികൾക്ക് മുലയൂട്ടാൻ മറ്റൊരു സ്ത്രീയെ നിങ്ങൾ ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൽ തെറ്റില്ല. എന്നാൽ ഒരു നിബന്ധനയുള്ളത്, നിങ്ങൾ ആ സ്ത്രീക്ക് എന്തൊന്നാണോ നൽകാൻ ദൃഢനിശ്ചയം ചെയ്തിട്ടുള്ളത് അതിൽ നിങ്ങൾ നിലയുറച്ചു നിൽക്കുക എന്നാണ്. അതിലൊരു തരത്തിലുള്ള ഒഴിവുകഴിവുകളോ തന്ത്രങ്ങളോ കാണിക്കാതിരിക്കുക. അതുപോലെ തന്നെ ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയുണ്ടായി. ആ പാരിതോഷികം നൽകുന്ന സമയത്ത് ന്യായമായ രീതി മുന്നിൽ വെക്കേണ്ടതുണ്ട്. അതായത് സേവനത്തിനുള്ള പ്രതിഫലം നൽകുമ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ കൂടി കണക്കിലെടുക്കേണ്ടത് അനിവാര്യമാണ്. പ്രതിഫലം നൽകുന്നത് ആ കാലഘട്ടത്തിലെ സാമ്പത്തികാവസ്ഥയുമായി താരതമ്യം ചെയ്യുമ്പോൾ മുലയൂട്ടുന്ന ഒരു സ്ത്രീക്ക് ജീവിച്ചു പോകാൻ പോലും തികയാത്ത കുറഞ്ഞ തുകയായിരിക്കരുത് നൽകേണ്ടത്. അതുപോലെ ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഈയൊരു കാര്യത്തിലേക്കും സൂചന നൽകുന്നുണ്ട്. നിങ്ങളുടെ സാമ്പത്തികാവസ്ഥ സാധാരണ ജനങ്ങളിൽ നിന്നും മികച്ചതാണ് എങ്കിൽ
വെറുമൊരു നിശ്ചിത പരിധി മാത്രം കണക്കിലെടുക്കാതെ, അഥവാ നിശ്ചിത തുക മാത്രം കണക്കിലെടുക്കാതെ അതിനേക്കാൾ കൂടുതൽ നൽകുക. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾ നൽകുക. ചുരുങ്ങിയ പക്ഷം ആ കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചു പോകാൻ അത് മതിയായതായിരിക്കണം. കഴിയുമെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുകൂലിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ നൽകുക എന്നുള്ള പാഠമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.